സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെടികൾ എങ്ങനെ വേനൽക്കാലത്ത് നമുക്ക് സംരക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ വെറുതെ കച്ചറയിൽ കളയുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അതായത് പാലിൻ്റെ കണ്ടോ ഒരു കണ്ടെയ്നർ, അതുപോലെ തന്നെ സോഫ്റ്റ്നർ വരുന്ന കണ്ടെയ്നർ. ഇന്ന കണ്ടെയ്നർ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് കണ്ടെയ്നർ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ സീറോ കോസ്റ്റിലാണ് നമ്മളിത് ചെയ്യണം കേട്ടോ, അങ്ങനെ തന്നെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ ബഡിൻ്റെ ഒരു പീസും വേണം. അതുപോലെ തന്നെ ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ കമ്പിയോ, കുഞ്ഞ് ഇതായിട്ടുള്ള, ഒരുപാട് തിക്കായിട്ടുള്ളതല്ല, കുഞ്ഞിത്. എന്നിട്ട് ഈ കോട്ടൺ ബഡിൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ സ്ലാൻഡ് ചെയ്തിട്ട് കട്ട് ചെയ്യണം, ചരിച്ച് കട്ട് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിതിപ്പോൾ ഈ ഒരു ടിന്നെടുത്തേക്കണം, ഞാൻ പാലിൻ്റെ ടിന്ന എടുത്തേക്കണേ, അതിന് ചെറിയൊരു ഹോളിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാമല്ലോ, സേഫ്റ്റി പിന്നുകൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ വെള്ളം വരണേന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ വെള്ളം വരും. അപ്പോൾ നിങ്ങൾക്ക് 2-3 ദിവസത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചും പോയച്ചാൽ മതി. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ തന്നെ വെള്ളം നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് അത്രയും വെള്ളം വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോട്ടൺ ബഡ് ഇതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഡ്രിപ്പ് ആയിട്ട് വെള്ളം വീഴ്ത്തണം കാണിച്ചു തരാം. അപ്പോൾ കോട്ടൺ ബഡ് ഇടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പം വേണ്ടേ ഹോളിന്. അപ്പോൾ ഞാൻ ഈ സ്റ്റൗവിൽ വെച്ചിട്ട് ഈ പിന്നൊന്ന് ചൂടാക്കിയിട്ട് അതിനൊന്ന് കുത്താണ്. സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ, കാരണം ഈ സേഫ്റ്റി പിന്ന് പെട്ടെന്ന് ചൂടാവും. നിങ്ങളുടെ കയ്യിൽ ചെറിയ തിന്നായിട്ടുള്ള കമ്പി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് വലിയ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ ചൂടോടുകൂടി അത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ കോട്ടൺ ബഡ് വെക്കാനായിട്ടുള്ള ഗ്യാപ്പിൽ ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് അതങ്ങ് വെച്ച് കൊടുക്കുക. അതങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെള്ളം നിറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെ വരണേന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇപ്പോൾ ഇതേ നിങ്ങൾ കണ്ടോ, ഡ്രിപ്പായിട്ട് വരണം നോക്കിയാൽ. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ഫാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് സ്ലോ ചെയ്യണം. അപ്പോൾ സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെക്നിക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നുകൊണ്ട് നമ്മളുടെ ആ നേരത്തെ കട്ട് ചെയ്ത് നമ്മൾ വെച്ചേക്കണ കോട്ടൺ ബഡില്ലേ, ആ കോട്ടൺ ബഡിൻ്റെ ആ സ്റ്റെമ്മിലെ പിങ്ക് കളറ്, അതിൻ്റെ അകത്തേക്കുള്ള ഹോളിക്കടെ ഒരു പിന്നും കൊണ്ട് കുത്തിയിട്ട് ഒരു ഇച്ചിര മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കും. ഒരുപാട് ഇടരുത്. ഒരുപാട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വെള്ളം സ്റ്റോപ്പായി പോകും, അതിൽ കൂടെ വെള്ളം വരില്ല. ഇനി അങ്ങനെ ഇടാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇതുകൊണ്ട് നമ്മൾ എത്ര ഉദ്ദേശിക്കണുള്ളൂ, ഒരുപാട് വരണ വെള്ളത്തിന് ഒന്ന് തടഞ്ഞു നിർത്തണം. അപ്പോൾ ഈ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദമാവ് അതിന് സഹായിക്കും നമ്മളെ. ഈ കോട്ടൺ ബഡ് വെച്ചേക്കണ ആ സ്ഥലത്തിന് ചെറുതായിട്ട് ലീക്ക് വരും, അത് നമുക്ക് എന്തായാലും ഉണ്ടാവില്ല, അറിയാമല്ലോ. അപ്പോൾ ആ വശവും എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോതമ്പ് പൊടി ഒന്ന് നനച്ചിട്ട് അതിന് ചുറ്റിലും തേച്ച് ഒന്ന് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി നമ്മൾ വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം നോക്കിക്കോ, നമുക്ക് ആവശ്യത്തിനുള്ള, അതായത് നമുക്ക് 1 മാസമോ നിങ്ങൾക്ക് 2 മാസമൊക്കെ അവധിക്ക് പോയാലും തീരാത്ത പോലെ പതുക്കെ വളരെ ചെറിയ സമയം എടുത്തിട്ട് ഒരു ഡ്രോപ്പ് വീഴും. അങ്ങനെ നമ്മളൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ എമൗണ്ട് വെള്ളം ആ പ്ലാന്റിൻ്റെ അകത്തേക്ക് ചെല്ലുള്ളൂ. അതായത് ആ പ്ലാന്റിന് ആവശ്യമുള്ള വെള്ളം അതിൻ്റെ അകത്തേക്ക് ചെല്ലും. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തേക്കണം. ഇനി നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂട്ടി വയ്ക്കാം. അപ്പോൾ ഈ മൈദപ്പൊടി കൂടുതലാണ് നിങ്ങൾ അകത്തേക്ക് ഇട്ടേക്കണമെന്നുണ്ടെങ്കിൽ മാറ്റിക്കളയണം. ഈ കോട്ടൺ ബഡ് ഫിക്സ് ചെയ്യാൻ ഞാൻ ഇച്ചിരി കൂടെ എളുപ്പമൊരു മാർഗ്ഗം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളുടെ ഈ കോട്ടൺ ബഡിൻ്റെ ഒരു ഇച്ചിരി താഴെ കട്ട് ചെയ്തേക്കണതിൻ്റെ ഇച്ചിരി താഴെയായിട്ട് ഇച്ചിരി UH ഗ്ലൂവോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫെവിക്കോളോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂവോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് തേച്ച് കൊടുത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞ്, അതായത് ഒരു 90% ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളങ്ങ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്വല്പം പോലും ലീക്കില്ലാതെ കൊണ്ട് ഇതവിടെ ഭംഗിയായിട്ട് ഫിക്സായിട്ട് നിന്നോളും. ഇനി നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുക്കണ്ടേ. ഇതെൻ്റെ വേപ്പിൻ്റെ തൈയാണ്. അപ്പോൾ അത് വളർന്ന് വരണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ സ്റ്റെമ്മുമ്മ നല്ല കട്ടിയുള്ള കോട്ടൺ ക്ലോത്ത് ചുറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിരട്ടയായിട്ടും നമ്മൾ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന ചട്ടിയായിട്ടുമൊക്കെ ഈ അതിൻ്റെ ഇതിൽ മീതെ കമത്തിയിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെല്ലണ വെള്ളം ഒരിക്കലും ഇവാപ്പറേറ്റ് ആയിട്ട് പോകാൻ ഇടവരരുത്. അപ്പോൾ അതുകൊണ്ടാണ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടേക്കണത്. ഇപ്പോൾ അതിൽ നിന്ന് വീഴുന്ന വെള്ളം നിങ്ങൾ കണ്ടോ, വളരെ ചെറിയ രൂപത്തിലുള്ള വെള്ളമല്ലേ നോക്കിയാൽ. ഇതെൻ്റെ മണി പ്ലാന്റാണ്. മണി പ്ലാന്റിലേക്കും അതുപോലെ തന്നെ വളരെ ചെറിയ രൂപത്തിലാണ് ഞാൻ വെള്ളം അഡ്ജസ്റ്റ് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചെടികൾക്കും ഞാൻ ഇതുപോലെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലൊന്നും വയ്ക്കാൻ പറ്റില്ല നമുക്ക്, എന്നാലും അത്യാവശ്യം ഇച്ചിരി ഗ്രീൻ കളറിലൊക്കെ നിൽക്കണ എല്ലാത്തിനും തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബക്കറ്റിൻ്റെ അകത്ത് കുറച്ച് വെള്ളം, അതായത് ഒരു 1/4 ഭാഗത്തിനേക്കാളും കുറവ് വെള്ളം എടുത്തിട്ട് ഈ ചെടിച്ചട്ടി അങ്ങനെ തന്നെ ആ ബക്കറ്റിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും
അത്യാവശ്യത്തിനുള്ള ഈർപ്പം അതിന് കിട്ടിയിട്ട് അത് കരിയാതെ കൊണ്ട് നിന്നോളും. ഞാൻ ഈ ബോട്ടിൽ വെക്കുന്ന സമയത്ത് ഡബിൾ സൈഡ് ടേപ്പ് അടിയിൽ ഈ ബോട്ടിലിൻ്റെ അടിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പ്രാവോ പക്ഷികളോ ഒക്കെ വന്ന് അതിന് കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ വേനൽക്കാലത്തെ ചെടികൾ എങ്ങനെ സംരക്ഷിക്കാം, പ്രത്യേകിച്ചും ഗൾഫിലുള്ളവരെല്ലാവരും ലീവിന് നാട്ടിൽ പോകല്ലേ, അവർക്കൊക്കെ എങ്ങനെ ചെടി സംരക്ഷിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.